നമസ്തേ. ഏവർക്കും വരദായിനി വർഷിപ്പിലേക്ക് സ്വാഗതം. ആരാണ് വരാഹി ദേവി? സപ്തമാതൃക്കളിൽ ഒരാളാണ് വരാഹി ദേവി. വരാഹ രൂപം പൂണ്ട പരാശക്തി ഉഗ്രമൂർത്തിയാണ്. രക്തബീജ എന്ന അസുരനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദുർഗാദേവി തന്നിൽ നിന്നു തന്നെ സപ്തമാതൃക്കളെ സൃഷ്ടിക്കുകയും സപ്തമാതൃക്കളുടെ സഹായത്തോടെ അസുര നിഗ്രഹം നടത്തുകയും ചെയ്തു. സപ്തമാതാക്കളിൽ 5ാമത്തെ ഭഗവതിയാണ് വരാഹി ദേവി. പൊതുവെ കഠിനവ്രതങ്ങളോ നിഷ്ഠകളോ പൂജകളോ ഇല്ലാതെ ഭക്തരിൽ പെട്ടെന്ന് തന്നെ അമ്മ അനുഗ്രഹം ചൊരിയുന്നു. മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായി വരാഹി അമ്മ ആരാധിക്കപ്പെടുന്നു. നൊന്തു വിളിക്കുന്ന ഭക്തരെ അമ്മ ഒരിക്കലും കൈവിടാറില്ല. ഭക്തിയോടെ അമ്മയെ വിളിക്കൂ, ഉറപ്പായും നിങ്ങളുടെ അടുത്തെത്തും. രൗദ്രരൂപത്തിലുള്ള അമ്മയുടെ രൂപം കാട്ടുപന്നിയെപ്പോലെയാണ്. മുഖത്തിൽ ദംഷ്ട്രകളുണ്ടാകും. കാട്ടുപന്നികൾ പൊതുവെ ആഴത്തിൽ മണ്ണൊക്കെ മാന്തിയാണ് അതിൻ്റെ ആഹാരം എടുത്ത് കഴിക്കുന്നത്. അതേപോലെയാണ് ദേവി. തന്നെ വിളിക്കുന്ന ഭക്തരെ അവരുടെ ദുരിതങ്ങളും കഷ്ടതകളും അറിഞ്ഞ് ആഴത്തിൽ മനസ്സിലാക്കി അനുഗ്രഹ വർഷമേകുന്ന അമ്മയാണ് വരാഹി ദേവി. വരാഹി അമ്മയുടെ മറ്റൊരു പേരാണ് പഞ്ചമി. മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും അമ്മയുടെ മന്ത്രങ്ങൾ ഉരുവിടൂ, ഫലം ഉറപ്പാണ്. 1008 തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. 1008 പ്രാവശ്യം പറ്റിയില്ലെങ്കിൽ 108, 21 എന്നീ സംഖ്യകളിൽ പ്രാർത്ഥിക്കാം. ശ്രീ സമയേശ്വരി വരാഹി നമഃ. ഒന്നും കൂടെ മന്ത്രം പറയാം. ശ്രീ സമയേശ്വരി വരാഹി നമഃ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ദേവി. ദേവി എന്നാൽ അമ്മയാകുന്നു. മാതൃവാത്സല്യത്തോടെ മക്കളിൽ അനുഗ്രഹ വർഷം കോരിച്ചൊരിയുന്ന അമ്മയാണ് വരാഹി അമ്മ. സമ്പത്തിൻ്റെ താമരയിൽ ഇരിക്കുന്ന വരാഹമായ ശ്രീ വിഷ്ണു ഭഗവാന്റെ സ്ത്രീ ഭാവമാണ് ദേവി. ദേവിക്ക് പ്രശസ്തമായ 12 പേരുകളാണുള്ളത്. ഈ 12 പേരുകൾ കേൾക്കുന്നത് പോലും പുണ്യമാണ്. ശ്രീ പഞ്ചമി, ശ്രീ ദന്തനാഥ, ശ്രീ സംഗീത, ശ്രീ സമയേശ്വരി, ശ്രീ സമയ സംഗീത, ശ്രീ വരാഹി, ശ്രീ പോത്രിണി, ശ്രീ ശിവ, ശ്രീ വർത്താലി, ശ്രീ മഹാസേന, ശ്രീ ആജ്ഞാചക്രേശ്വരി, ശ്രീ അർഹിണി എന്നിങ്ങനെയുള്ള 12 ഭാവങ്ങളുള്ള വരാഹി ദേവിയെ സ്തുതിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്നതാകുന്നു. പേര് കേൾക്കുന്നത് പോലും സർവ്വ ഐശ്വര്യപ്രദമാണ്. പോസിറ്റീവ് ഊർജം ഏവരും ആഗ്രഹിക്കുന്നതാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം വന്നു നിറയുന്നു എന്ന പ്രത്യേകതയും നമ്മളിൽ സംഭവിക്കുന്നു എന്നത് മറ്റൊരു അത്ഭുതമാകുന്നു. ദേവിയെ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ വന്ന് പെട്ടെന്ന് ഭവിക്കുന്നതാണ്. സമ്പത്ത് നാൾക്കുനാൾ വർദ്ധിക്കുകയും ചെയ്യും. ഈ അത്ഭുത ഫലങ്ങളെല്ലാം ലഭിക്കുവാൻ ദേവിയെ നിത്യവും വിശ്വാസപൂർവ്വം ഭജിക്കുക. തീർച്ചയായും ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുന്നതാണ്.